ഇന്നലെ കാർവാറിലായിരുന്നു. ഒരേ യാത്ര. Shall I pray for some time? ഇപ്പൊ മനസ്സിലായോ? അനന്തനെ കാർവാറിലെത്തിച്ചതും ഇപ്പൊ ഇവിടെ എത്തിച്ചതും ഞാനല്ല. സി ജോൺ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സീരിയസ് ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ അതിനുള്ള പരിഹാരമൊന്നുമല്ല നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത്. കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ ആളുകളെ കൊന്നിട്ട് നിങ്ങൾ എന്ത് നേടാനാ? ഓക്കെ ജോൺ, ഞാനും നിങ്ങളും തമ്മിൽ എന്താണ്? ആ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനിവിടെ? വൈ ഷുഡ് ഐ ബി ഹിയർ? ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ജോണും എത്തി. സുഭാഷ് സർ, 3 ചായ എടുക്കോ? സോറി, എനിക്ക് വേണ്ട. നമുക്ക് അവിടെ ഇരുന്നാലോ? നല്ല കാറ്റുണ്ടാവും. ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര വർഷമായി? 2 വർഷം. ബ്യൂട്ടിഫുൾ ഹൗസ്, ഇന്റീരിയേഴ്സും കൊള്ളാം. എല്ലാം റീനുവിൻ്റെ ടേസ്റ്റാണ്. ബ്ലൈൻഡ്സ്, കർട്ടൻസ്, പെയിന്റിങ്സ്, ലാൻഡ്സ്കേപ്പിംഗ്, എവറിത്തിങ്. എൻ്റെ വൈഫും ഇതുപോലെ തന്നെയായിരുന്നു. വീടായിരുന്നു അവളുടെ സ്വപ്നം. അത് പക്ഷേ ഇവിടൊന്നുമല്ല, ആസാമിൽ ബ്രഹ്മപുത്രയുടെ തീരത്ത്. അവിടെ ഞാൻ 2 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. റിട്ടയർമെന്റ് കാലത്ത് എനിക്ക് അവക്കും ജീവിക്കാൻ. സുഭാഷ്, നീ എന്നാ വീട്ടിൽ പോയിക്കോ. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വൈഫ് 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ മലേഷ്യപ്പെട്ടുപോയി. ലേക്ക് കോപ്പാക് പ്രൊഡക്ഷൻസിന്റെ ക്രിയേറ്റീവ് ഹെഡായി ജോയിൻ ചെയ്ത സമയം 1.5 വർഷം കഴിയാതെ ലീവ് കിട്ടില്ല. ദിവസം 4ഉം 5ഉം തവണ സ്കൈപ്പിൽ അവളെത്തുമ്പോൾ മനസ്സ് കൈവിട്ടു പോകും. വാൾട്ട് ഡിസ്നിയോട് ഗുഡ് ബൈ പറഞ്ഞ് തിരികെ ഫ്ലൈറ്റ് പിടിക്കാൻ മനസ്സ് കൊതിക്കും. പക്ഷെ അവൾ വിലക്കും. വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ. ഇപ്പൊ അവിടുന്ന് ചാടിപ്പോന്ന എത്രയാ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക എന്ന് വല്ല രൂപമുണ്ടോ? ആദ്യം അവിടുത്തെ പണി തീർക്കും, എന്നിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടേഴ്സിന്റെ ഒരു പട തന്നെയുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? What happened? I just want to tell you something. I have shocking news for you. I am so excited. എടി പിന്നെ കളിക്കാതെ കാര്യം പറ. എന്റെ വയറ്റില് 4 പിള്ളേരുണ്ട്. What? എന്റെ വയറ്റില് സാറിന്റെ 4 പിള്ളേരുണ്ട്. Really? അണ്ണാ, എന്റെ പെണ്ണെ, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. 46 years of my celibacy. എന്റെ 46 വർഷത്തെ ബ്രഹ്മചര്യം. Now it's meaningful. കർത്താവേ, നിനക്ക് സ്തോത്രം. ഒടുവിൽ ആ ദിവസമെത്തി. Hearty congrats, Mr. John David. You are one of the luckiest father in the world. Thank you. But remember, for God's sake. Yeah. I won't repeat it. Okay, good. Thank you. Bye. My God. പിന്നീട് അങ്ങോട്ട് ഏതോ സ്വപ്നലോകത്തിലെന്ന പോലെയായി എൻ്റെ ദിവസങ്ങൾ.
വീട്ടിൽ, ഓഫീസിൽ, കാറിൽ എനിക്ക് ചുറ്റും 4 സ്വർണ്ണ മത്സ്യങ്ങൾ. എൻ്റെ അന്നയുടെ ചിരി, പരിഭവങ്ങൾ. അയ്യോ 4 കൂടി ഇതൊരു പരിവാക്കും. നിന്നെ പോലെ തന്നെ വയറന്മാരാ 4. പിന്നെ 4 ആളും കൂടി ഒരുമിച്ച് ഉറങ്ങുന്ന പ്രശ്നേ ഇല്ല. ആരെങ്കിലും ഒരാള് എപ്പോഴും ഉണർന്നിരുന്ന് കീറും. അമ്മയുടെ ബോറടി മാറ്റാനേ അമ്മയില്ലേ അവിടെ? ഉണ്ടല്ലോ, പക്ഷെ അവിടെ പാലില്ലല്ലോ. നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം ഈ 4 എണ്ണത്തിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. അല്ലടാ? ഓക്കെ. അന്നയുടെ പ്രസവ ശുശ്രൂഷകൾ നാട്ടിലെത്തി ചിട്ടയായി നടത്തണമെന്ന് അമ്മയ്ക്കായിരുന്നു ശാഠ്യം. ഞാനും അത് സമ്മതിച്ചു. വിസയുടെ കാര്യത്തിന് മക്കളുമായി എംബസി പോയി മടങ്ങുമ്പോൾ അവൾ എന്നെ വിളിച്ചു. നോക്ക്, ഇവര് പകുതി മലയാളികളാ. പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാത്തവര്. ഇവരുടെ കൂട്ടത്തിലാ പപ്പ രഘുവേട്ടനെ കണ്ടത്. ആസാമിൽ ഇവരൊരുമിച്ച് ജോലി ചെയ്തിരുന്നു. ആൻറ്റി ഒരു മോളും ഒപ്പുണ്ട്. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അതെ, രഘുവേട്ടന്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവരുടെ സ്പോൺസറുമായിട്ട് പപ്പ സംസാരിച്ചോണ്ടിരിക്കുക. അവരെ നാട്ടിൽ വിടാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. ഞാൻ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, പിന്നെ വരാട്ടോ. ഓക്കെ, ബൈ. അതെ, അവർക്കും കൂടി ഒരു ടിക്കറ്റ് റെഡിയായി, സെയിം ഫ്ലൈറ്റിന് തന്നെ. പിന്നെ എന്തായാലും നാട്ടിലേക്ക് പോവല്ലേ, അപ്പൊ അവരെയും കൂട്ടി പുറത്തു പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഞാൻ പപ്പയോട് പറഞ്ഞു. അവരതിന് പോയേക്കാം. ടിക്കറ്റ് റെഡിയായി വിവരം അറിഞ്ഞപ്പോൾ അവിടെ സന്തോഷം ഒന്ന് കാണണം. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവരുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും, അല്ലേ ജോൺ? അതായിരുന്നു അവളുടെ അവസാനത്തെ കോൾ. പിന്നെ 2 ദിവസം അന്നെ എനിക്ക് ഫോണിൽ കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ആ വാർത്തയെത്തി. ജോസഫ് ജോർജും കുടുംബവും ആത്മഹത്യ ചെയ്തു. എന്റെ സ്വർണ്ണ മത്സ്യങ്ങളെ ഞാൻ ആദ്യമായി കണ്ടു. പപ്പയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കൊരറിവ് ഉണ്ടായിരുന്നില്ല. അന്ന പറഞ്ഞിട്ടുമില്ല. പക്ഷെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു. മരണത്തിന് 1/2 മണിക്കൂർ മുൻപ്. ഒരു സിംഗപ്പൂർ കമ്പനിയുമായി പപ്പയ്ക്കൊരു കേസുണ്ടായിരുന്നു. അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2 ദിവസം മുൻപ് വന്ന ഒരു മെയിലിൻ്റെ ഉറപ്പിൽ പോലീസ് ആത്മഹത്യ എന്ന അടിവരയിട്ട് പറയുമ്പോഴും എൻ്റെ മനസ്സിനെ അത് വിശ്വസിപ്പിക്കാൻ എനിക്കായില്ല.